രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിയെ, പ്രത്യേകിച്ച് ജാതി ബ്രാഹ്മണർക്ക് കാട്ടിലും കൂടുതൽ തന്ത്രം മറ്റുള്ളവർക്കാണോ വഴങ്ങുന്നതെന്നാണോ പറയുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഒരിക്കലുമല്ല. തന്ത്രത്തിൽ അങ്ങനെ ജാതി ബ്രാഹ്മണനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ അല്ലെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പിന്നീട് താഴേക്ക് വരും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ചർച്ച ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ചർച്ചയ്ക്കുള്ള കാര്യമേ അല്ല. ഇപ്പോൾ ബ്രാഹ്മണ സമുദായം അല്ലെങ്കിൽ ഇന്ന് പറയുന്ന കേരളത്തിലെ വളരെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബ്രാഹ്മണ സമുദായങ്ങളിൽ പെട്ട ആൾക്കാർ ഒരുപാട് നല്ല മനുഷ്യരുമുണ്ട്, ഒരുപാട് മോശം മനുഷ്യരുമുണ്ട്. അത് എല്ലാ സമുദായത്തിലും ഉള്ള പോലെ അവിടെയുണ്ട്, എല്ലായിടത്തും ഉള്ള പോലെ അവിടെ ഉണ്ടാവും. എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ആ സമുദായത്തിൽപ്പെട്ടവർ. അപ്പം എൻ്റെ വളരെ അടുത്ത മാനസിക അടുപ്പമുള്ള പലരുമുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് മാത്രമേ പൂജ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ മറ്റുള്ളവർ കളിയാക്കുമ്പം വാസ്തവത്തിൽ പലരും ശാന്തിക്കാരായതുകൊണ്ട് മാത്രം പെണ്ണ് കിട്ടാത്തവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അവരുടെ വിഷമം അറിയാം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അവരും പറയുന്നൊരു കാര്യമുണ്ട്, ശാന്തി ആയതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല. അപ്പോൾ ദേവസ്വം പൊടി ചേർന്നും പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ജീവിച്ചല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പം സ്വന്തം കുലധർമ്മം പോലും അനുഷ്ഠിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പുറമേ കാണുന്ന പോലല്ല, അവരുടെ ഉള്ളിലും ഒരുപാട് തരത്തിലുള്ള ഓതുള്ളവരും ഓത്തില്ലാത്തവരും ഒക്കെ അങ്ങനെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉപാസന ചെയ്യേണ്ട ആവശ്യമില്ലെന്നും തേവാരം മാത്രം നോക്കി പോയാൽ മതിയെന്നും ഗായത്രി ജപം മാത്രം മതിയെന്നും ഒക്കെ പറയുന്ന ആൾക്കാരും ഒക്കെ ഇതിനിടയിലുണ്ട്. ഞാനൊരിക്കലും അത് ബേസ് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. നമ്മൾ തന്ത്രശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ പറയുന്ന സമയത്ത് ഇതുപോലുള്ള ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ചില പുഴുക്കുത്തലുകൾ പറയാതെ പോവാതിരിക്കുക. ഈ കാലഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ള ചില വിഷയങ്ങൾ പറയാതെ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്, അല്ലാതെ ബോധപൂർവ്വം ആരെയും ഒന്നും ചെയ്യുന്നില്ല. അവർ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സമൂഹം മാത്രമല്ല, വേറെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നായരായാലും മറ്റുള്ള സമുദായത്തിലാണെങ്കിലും ഒക്കെ പോലും ഒരാൾ ഒരു 10-21 വയസ്സൊക്കെ ആയി ഇപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം അതിൽ നിന്നൊക്കെ മാറി ഈശ്വര സാധനയിലേക്ക് പോവുകയാണ്, ഈശ്വര വിഷയങ്ങളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ, വലിയ ഭക്തരാണെന്ന് പറയുന്നവരൊക്കെ ആണെങ്കിലും വളരെ പുച്ഛത്തോടുകൂടിയായിരിക്കും കാണുന്ന കുറേ കാലം. ഇവനെന്തു ഈ കാണിക്കാൻ പോകുന്നത്, എന്തോ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അതിൻ്റെ ഒരു വ്യക്തിമ. കാരണം ഒരുപാടിടത്തുനിന്ന് ഒരു 21 വയസ്സ് മുതൽ ഒരു 10-30 വയസ്സ് വരെയൊക്കെ ഞാൻ അവഗണിക്കപ്പെടുകയും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപാട് കളിയാക്കലും അല്ലെങ്കിൽ ഈ വിഷയത്തിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകളും സഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും ചുറ്റുപാടുകളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഈ ബ്രാഹ്മണിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ. ഇപ്പം ചുറ്റുളങ്ങര അമ്പലത്തിൽ ഒരിക്കലും മേൽശാന്തിയായിട്ടിരുന്ന ഒരാൾ, ഞാൻ ഈശ്വര ഉപാസന ചെയ്ത് പണ്ടിൽ ഭഗവതിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് 21 വയസ്സേ ഉള്ളൂ, പറയുന്നത് ഇദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, അതുപോലെ തന്നെ അവിടെ ഒരു ചുറ്റുളങ്ങനെ ഗുരുതി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബാക്കിൽ എല്ലാവർക്കും തൊഴാൻ പറ്റും, ആണുങ്ങളെ മാത്രമേ ഗുരുതിക്ക് നിർത്തത്തുള്ളൂ. അപ്പോൾ ബാക്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കെല്ലാം പ്രസാദം കൊടുക്കുക, എന്നോട് പുറകിൽ പോയി വാങ്ങിക്കാൻ പറയുകയൊക്കെ ചെയ്ത് എന്നെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്. നാലമ്പലത്തിനുള്ളിലാണ് നടക്കുന്നതെന്നുള്ള ആലോചിച്ചോണം. പിന്നീട് പല പ്രാവശ്യവും ഭഗവതിയെ ഇങ്ങനെ തൊഴും. എനിക്ക് അമ്പലവുമായിട്ട് മാനസികപരമായിട്ട് ഒരുപാട് അടുപ്പമുള്ളതാണ്. പല ആവർത്തി പോകുമ്പോഴും അന്ന് 2000-ൻ്റെ ഒക്കെ താളുണ്ട്, 2000-ൻ്റെ ഗാന്ധിത്തലകളും 500-ൻ്റെ ഗാന്ധിത്തലകളും ഒക്കെ പോകുമ്പം സ്വാഭാവികമായിട്ടും തൂശനിലയിൽ നിന്ന് ദക്ഷിണ വരികയും 10 രൂപയുടെ ഗാന്ധിത്തല 20 രൂപയുടെ ഗാന്ധിത്തല പോകുന്ന സമയത്ത് ദക്ഷിണകൾ, അകത്തുനിന്ന് വരുന്ന പ്രസാദങ്ങൾ ഇലയിൽ ഒരു കീറ്റലയിൽ ചെയ്യുന്ന ഒരു കാലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം മുന്നോട്ട് പോയ സമയത്ത് നമുക്കറിയാവുന്ന സുഹൃത്തുക്കൾ പലരും ആ ക്ഷേത്രത്തിൽ വരികയും മേൽശാന്തിയായിട്ടോ എല്ലാവരുടെ കൂടെയൊക്കെ വരികയും ചെയ്തപ്പോൾ നമ്മളോട് വളരെ സ്നേഹമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. അപ്പം 2 തരത്തിലുള്ള അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റെല്ലാ സമൂഹങ്ങളിൽ നിന്നും എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു നേരായ ഈശ്വരപാതയിൽ സഞ്ചരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവുന്ന പോലുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സിനെ മുറിച്ച് കളയാനും നമ്മുടെ ഈഗോയെ നശിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ നമുക്കതിനെ കണ്ടാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? എന്നാലേ നമ്മൾ വളരത്തുള്ളൂ. നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ
നമുക്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ്, നമ്മുടെ അനുഭവങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒരു സമൂഹത്തോടും ഒരാളോടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് അവരുടെ അറിവിൻ്റെ പരിധി, അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. നമ്മൾ നമ്മുടെ അനുഭവമായിട്ട് അതൊക്കെ കണ്ട് മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഒരു സമൂഹത്തെയും അത് ഒന്നിനെയും, എല്ലാവർക്കും അവരവരുടേതായ അവകാശങ്ങൾ, ബർത്ത് റൈറ്റാണ് ഈശ്വര ഉപാസന എന്ന് പറയുന്നത്, എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷെ ചില വിഷയങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ പണ്ടുണ്ടായിരുന്ന ഡാർക്ക് സൈഡുകൾ ചിലയിടത്തൊന്നും സൂചിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അതിൻ്റെ ഒരു ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ വർണ്ണ വ്യവസ്ഥിതിയെക്കാട്ടിലും കൂടുതൽ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സാമ്പത്തികം ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം തോന്നുന്നു. ഇന്നത്തെ ഒരു വർണ്ണം എന്ന് പറയുന്നത് സമ്പത്താണ്. കാരണം പഴയ അവസ്ഥയിൽ നിന്നും മാറി ഞാൻ മുന്നോട്ട് പോയി നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുകളിലൂടെ വളർന്ന് മുന്നോട്ട് പോയപ്പം പണ്ട് നമ്മളെ കളിയാക്കിയിരുന്നവരൊക്കെ ഇന്ന് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നു എന്നുള്ളതും ഉണ്ട്. അപ്പോൾ കാലം വായിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഋഷിമാർ പറഞ്ഞ വിഷയങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും, തമാശ പറയുന്നവരുണ്ടാവും, നമുക്ക് ഭ്രാന്താന്ന് പറയുന്നവരുണ്ടാവും, ഇവന് ഭക്തി മാത്രമേ ഉള്ളെന്ന് പറയുന്നവരുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ നമ്മളിൽ ഈശ്വരൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും. എല്ലാം ചെയ്യാനും പറ്റും. നിങ്ങൾ നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ ശരണം പ്രാപിച്ച്, ഗുരുവിനെയും ശരണം പ്രാപിച്ച് മുന്നോട്ട് പോവുക. ബാക്കിയെല്ലാം തന്നെ നടന്നോളും, മുന്നോട്ട് പൊക്കോളും. ഡിസ്ട്രാക്ഷനാണ് പണി ഉണ്ടാക്കി തരുന്നത്. ഫോക്കസ്ഡ് ആയിട്ട് പൊക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രാക്ഷൻ വന്നാലും നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ ചെറിയ 2 കൊട്ടൊക്കെ കിട്ടുമ്പോൾ അതൊരു ജീവിതാനുഭവമായിട്ട് എടുത്ത് മുന്നോട്ട് പോയാൽ മതി. ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ കാത്തോളും.